ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ സംഘം ചേർന്ന് തല്ലിക്കൊന്നു. 6 ഇതര സംസ്ഥാന തൊഴിലാളികൾ കസ്റ്റഡിയിൽ. മരിച്ചയാളും അതിഥി തൊഴിലാളിയെന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുകയാണ്. അബ്ദുൾ റഹീം, വീണ്ടും ഒരു ആൾക്കൂട്ട കൊല ഉണ്ടാവുകയാണ്. എന്താണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? രുചീഷ്, നമുക്ക് വിവരം ലഭ്യമാകുന്നതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നയാളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. ഈ അതിഥി തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന റൂമിൽ കയറി മൊബൈൽ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളെ പിടികൂടുകയും തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ആ മർദ്ദനത്തിലാണ് ഇപ്പോൾ യുവാവ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഈ മർദ്ദനം നടത്തിയ ആളുകളെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 6 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്ലൈവുഡ് കമ്പനിയിലെ കോർ ഉപയോഗിച്ച് അടിച്ചതിനെ തുടർന്ന് ഇയാളുടെ വയറിലും അതോടൊപ്പം തന്നെ മുഖത്തും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല്ലുകളും എല്ലും ഒടിഞ്ഞ അവസ്ഥയിലാണ് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത്. നിലവിൽ ഈ മൃതദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിലവിൽ പ്രതികളായിട്ടുള്ളവർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് നിലവിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നിലവിൽ മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രുചിച്ച് അബ്ദുൾ റഹീം, പെരുമ്പാവൂർ നമുക്കറിയാം ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ നിൽക്കുന്ന സ്ഥലമാണ്. സ്ഥിരമായി തന്നെ പോലീസും മറ്റ് എക്സൈസും ഒക്കെ പരിശോധനയൊക്കെ നടത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. ആ അർത്ഥത്തിൽ പോലീസും ഇവരോട് ഏതെങ്കിലും തരത്തിൽ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. രുചിച്ച് തീർച്ചയായും അത് തന്നെയാണ്. കാരണം നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DCPയുടെയും അതോടൊപ്പം തന്നെ റൂറൽ SP ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ എത്തി ഇവരുമായി സംസാരിക്കുക. കാരണം നിരവധി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന നാട്ടുകാരുടെ പരാതിയിൽ ഇവിടെ എത്തി പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ഇവർക്ക് ബോധവൽക്കരണ പരിപാടികളും ഒക്കെ നടത്തിയിരുന്നതാണ്. നിരവധി ക്രൈം വാർത്ത, അതായത് ഈ നിരവധി ക്രൈം വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഏതായാലും അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിക്കുകയും പിന്നീട് യുവാവിനെ കൂട്ടം ചേർന്ന് ഏകദേശം ആറോളം തൊഴിലാളികൾ അവർ ചേർന്ന് മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും അത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിൽ സംബന്ധിച്ച് ഇവരുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ, എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ്. നിലവിൽ ഇവർ കസ്റ്റഡിയിലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇവർ കൂട്ടം ചേർന്ന് യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. രുചിച്ച് എന്തായാലും അബ്ദുൾ റഹീം, അവിടെ നിന്ന് തന്നെ പോലീസ് ഈ സംഭവം എങ്ങനെ അറിഞ്ഞു എന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? നേരിട്ട് തന്നെ ഈ ആളുകൾ ആരൊക്കെയാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഏത് രീതിയിലാണ് പോലീസിന് ലഭിച്ചത്? നിലവിൽ ഇവരുടെ പേര് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇവർ ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ് എന്ന്, അസം സ്വദേശികളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലാവുദ്ദീൻ, അതോടൊപ്പം തന്നെ മിനാരുൾ, സാക്കിർ ഹുസൈൻ, ഹബീബുദ്ദീൻ, ഹസൻ അലി, മുസമിൽ എന്നിവരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്നുള്ളതാണ്. ഇവർ ഇവിടുത്തെ ഒരു പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെ റൂമിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തി കടന്നു വരികയും അവരുടെ മൊബൈൽ ഫോണുകളടക്കം എടുക്കാൻ ശ്രമിച്ചു. ഇത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ സമയത്ത് ഇവരെ മർദ്ദിക്കുകയും എന്നുള്ളതാണ്. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഈ സംഭവം നടന്ന, അതായത് ഇവർ ജോലി ചെയ്യുന്ന പ്ലൈവുഡ് കമ്പനിയുടെ സമീപത്ത് നിന്ന് തന്നെയാണ് പ്രതികൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇവരെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അതിനുശേഷം തന്നെ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ 3 സഹോദരന്മാർ ആണ് എന്നുള്ളതാണ്. ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികളിൽ 3 പേർ സഹോദരന്മാരാണ്. ഇവരുടെ റൂമിലേക്ക് കടന്നു ചെന്ന ഈ യുവാവിനെ ഇവർ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. ഇരുമ്പ് റോഡ് ഉപയോഗിച്ച് ഈ യുവാവിനെ മർദ്ദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യമായി ഗുരുതരമായി പരിക്ക് പറ്റിയത്. വയറിലും അതോടൊപ്പം തന്നെ എല്ലൊടിയുന്ന തരത്തിൽ ഈ ഇരുമ്പ് റോഡ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. കൂടാതെ മുഖത്ത് അടിച്ചതിനെ തുടർന്ന് പല്ല് നഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും നിലവിൽ ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ മൃതദേഹം, ഇയാൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരമാം വ്യക്തമായിട്ടില്ല. ഇയാൾ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ്, എവിടെയാണ് ജോലി ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇയാളും ഇതര സംസ്ഥാനത്ത് നിന്നെത്തി ഇവിടെ പെരുമ്പാവൂരിൽ ജോലി ചെയ്തിരുന്നയാളാണ് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏതായാലും മൃതദേഹം നിലവിൽ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രുചിഷ്.